പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ധനമൂറ്റിയേ സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണേ അയ്യപ്പ ലോഹം മാറ്റിയതാരപ്പ സഖാക്കളാണേ അയ്യപ്പ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനേറ്റ കനത്ത തിരിച്ചടിക്ക് കാരണം സ്വർണ്ണക്കൊള്ളയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ വിഷയം ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചത് മലപ്പുറത്തെ ഒരു പാട്ടുകാരനാണ്. മലപ്പുറത്തെ മുഹമ്മദ് ഡാനിഷ് എന്ന ആ പാട്ടുകാരൻ ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. നമസ്കാരം. എങ്ങനെയാണ് ഈ പാട്ടിന്റെ വഴിയിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം? എങ്ങനെയാണ് ഈ പാട്ട് നമ്മൾ സ്റ്റുഡിയോയിൽ ഇലക്ഷൻ വർക്കൊക്കെ എല്ലാം ചെയ്യുന്നതാണ്, എല്ലാ പാർട്ടിക്കും ചെയ്ത് കൊടുക്കലുണ്ട്. അങ്ങനെ ആ കൂട്ടത്തിൽ ഇത് ഇലക്ഷന്റെ കുറച്ച് മുമ്പ് ചെയ്തതാണ്, ഇലക്ഷന്റെ ഈ ചൂടൊക്കെ ആവുന്നതിന് മുമ്പ് പാടിയതാണ്. ഹനീഫ മുടിക്കോട് അദ്ദേഹമാണ് ഈ പാട്ട് തന്നത്. അങ്ങനത്തെ ഒരു വിഷയമാണ്, അതിന് പറ്റിയൊരു ട്യൂണും കിട്ടി. അപ്പൊ ഈ എന്തായാലും പാടി വെക്കാറിന് അങ്ങനെ തന്നു. എങ്ങനെയാണ് ഇതിന്റെ വരികൾ? ഇപ്പൊ ഒരു പഴയ അയ്യപ്പ ഭക്തിഗാനാണ്, അതിലേക്ക് എങ്ങനെയാണ് ഈ വരികൾ ആരെ എഴുതിയത്? ഇത് എഴുതിയത് GP ചാലപ്പുറം എന്ന് പറയും. അദ്ദേഹം പ്രവാസിയാണ്, നാദാപുരത്ത് സ്വദേശിയാണ്. ഞാനും അദ്ദേഹത്തെ കണ്ടിട്ടില്ല, വരികളോട് മാത്രമേ പരിചയമുള്ളൂ. എങ്ങനെയാണ് കിട്ടിയത്? ഇത് അദ്ദേഹം എഴുതി നമ്മുടെ ഹനീഫ മുടിക്കോട് മുപ്പര കെയർ ഓഫിലാണ് എനിക്ക് വന്നത്. അങ്ങനെ അതന്ന് ഇലക്ഷൻ്റെ കുറച്ച് മുമ്പ് പാടി. പിന്നെ CMS സുബൈർക്ക് ഉണ്ട്, അദ്ദേഹമാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ അന്ന് ആ പാട്ട് ഇറങ്ങി, അന്ന് കുറച്ച് വൈറലായി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഒരുവിധം എല്ലാ ഏരിയയിലും ആ പാട്ട് വൈറലായി. ഇത് ഇത്രമാത്രം വൈറലാകുമെന്ന് ആദ്യം കരുതിയിരുന്നു? ഇത് എങ്ങനെയാണ് ഇത് ഇത്രമാത്രം ജനഹൃദയങ്ങളിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ്? ഇല്ല, അത്ര വൈറലാവുന്ന പ്രതീക്ഷ അങ്ങനെ ചെയ്തോന്നല്ല. നമ്മള് സ്റ്റുഡിയോയിൽ വരുന്ന വർക്കിന്റെ കൂട്ടത്തിൽ ചെയ്തോന്നുള്ളൂ, അങ്ങനെ പെട്ടെന്ന് കയറുന്നൊന്നും വിചാരിച്ചിട്ടില്ല. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആ പാട്ടൊന്നും തുടങ്ങാം. പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ധനമൂറ്റിയേ സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണേ അയ്യപ്പ ലോഹം മാറ്റിയതാരപ്പ സഖാക്കളാണേ അയ്യപ്പ. ഈ പാട്ട് മാത്രമാണോ അതോ മറ്റു പാട്ടുകൾ പിന്നെ പാടിയിട്ടുണ്ടോ? ഇലക്ഷന് എല്ലാ പാട്ടുകാർക്കും ചെയ്തിട്ടുണ്ട്. മറ്റു സാധാരണ മറ്റ് ഗാനമേള അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ പാടാറുണ്ടോ? എങ്ങനെയാ? ഞാൻ ഗാനമേളക്ക് പാടാൻ പോയിരുന്നു. ഒരുപാട് വർഷം മുമ്പൊക്കെ പാടാണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതലും കീബോർഡ് വയ്ക്കാനേ പോവാറ്, പാട്ട് കുറവാണ്. ആക്ച്വലി കീബോർഡിസ്റ്റ് ആയിട്ടാണ് ഉള്ളത്. പിന്നെ എങ്ങനെയാണ് ഈ പാട്ടിലേക്ക് മാത്രമേ ശ്രദ്ധ വന്നത്? ഈ പാട്ടില് സ്റ്റുഡിയോയിൽ ഇങ്ങനെ വന്നൊരു വർക്ക്, ഞാൻ അങ്ങനെ ഒരു പ്രത്യേകിച്ച് വൈറലാകാൻ വേണ്ടി ചെയ്ത അങ്ങനെയൊന്നും അല്ല. നമ്മള് അങ്ങനെ പൊതുവേദികളിലൊന്നും അധികം പാടല്ല, സ്റ്റുഡിയോ ഇങ്ങനെ ഉള്ളിലുള്ള പരിപാടികളൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെ പാടിയെന്നുള്ളൂ, അത് പെട്ടെന്ന് വൈറലായി, അത്രേ ഉള്ളൂ. ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അതിന്റെ അലകലി ഇപ്പോഴും നിന്നില്ല. ആക്ച്വലി പാർട്ടിക്കാരനാണോ അതോ എല്ലാ? അല്ല, നമ്മളെ സുഹൃത്തുക്കളൊക്കെ എല്ലാ പാർട്ടിയിലും ഉണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയം നമുക്കുണ്ട്, പക്ഷെ എന്നാലും അങ്ങനെ രാഷ്ട്രീയത്തിന്റെ ഒരു ഇത് നോക്കിയിട്ടൊന്നല്ല പാടിയത്. എങ്ങനെയായിരുന്നു ജനങ്ങളുടെ ഇപ്പൊ നാട്ടിലൊക്കെ ഇതിന്റെ ഒരു പ്രതിഭ? നാട്ടിലെല്ലാവരും നല്ല സപ്പോർട്ടാണ്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പല പാർട്ടിയിലുള്ള ആളുകളുണ്ട്, അവരൊക്കെ അങ്ങനെ ഒരു പാർട്ടി പാട്ടായിട്ടൊന്നും കണ്ടിട്ടില്ല. അവരൊക്കെ എല്ലാവരും എൻജോയ് ചെയ്ത് നല്ല പാട്ടാണെന്നൊക്കെ അഭിപ്രായമൊക്കെ വന്നു. മറ്റിപ്പോ സാധാരണ ഇഷ്ടപ്പെട്ട വേറെ ഏതെങ്കിലും ഒരു പാട്ട് കൂടി നമ്മുടെ പ്രേക്ഷകരായിട്ടൊന്ന് ഒരു 4 വരി പാടാം. ഇത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പാടി, അന്നൊക്കെ വൈറലായ ഒരു ഗാനാണ്. അതിന്റെ ഒരു 4 വരി പാടാം. ആകാശത്തിലൊരമ്പിളിയാണു, ആഴക്കടലിലെ മുത്തുകളാണു, ആമ്പൽ കൂളത്തിലെ താമരയോ റസൂലുള്ള, വൈദൂരക്കുന്നിലെ മഞ്ചരിയോ ഹബീബുള്ള, വർണ്ണിക്കാൻ വാക്കുകളില്ലല്ലോ, വർണ്ണനയിൽ പാൽക്കടലാണോ. ആകാശത്തിലൊരമ്പിളിയാണു, ആഴക്കടലിലെ മുത്തുകളാണോ, ആമ്പൽ കൂളത്തിലെ താമരയോ റസൂലുള്ള, വൈദൂരക്കുന്നിലെ മഞ്ചരിയോ ഹബീബുള്ള, വർണ്ണിക്കാനാവുകയില്ലല്ലോ, വർണ്ണനയിൽ പാൽക്കടലാണോ. ഇനി എങ്ങനെ പാട്ട് ഇതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണോ ഇത്തരം പാരഡി ഗാനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ താല്പര്യം? പാരഡി ഗാനം എന്നല്ല, എല്ലാ മേഖലയിലും പാട്ടിൻ്റെതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും മുഹമ്മദ് ഡാനിഷിന്റെ പാട്ടിന്റെ അലയൊലി ഇപ്പോഴും മലപ്പുറത്തല്ല കേരളത്തിലൊട്ടാകെ നിലച്ചിട്ടില്ല. എന്തായാലും വളരെ നന്ദി അമൃത ടിവിയോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ചതിന്.